Hello, Namaskaram. I am Merin. Welcome back to our channel. In this video, we will see perfect bullion roses in video. If the video starts, you can subscribe. Please do subscribe. Subscribe and press the bell icon press because I will videos notification. You can get video start. The basic flower shape is this rose we have 3 rounds. Round 1, 2, 3. So, the round is this. That's ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ 2 നോട്ട് ആണ് ചെയ്യുന്നത്. ഈ 2 നോട്ടിന്റെ അകത്ത് നമ്മൾ 6 ലൂപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് റൗണ്ട് ആണ്. ഈ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത 2 നോട്ടിനെ കവർ ചെയ്തിട്ടാണ് 3 നോട്ട്സ് ചെയ്യുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. ഈ 3 നോട്ട്സിന്റെ അകത്തും 10 ലൂപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് തേർഡ് റൗണ്ട് ആണ്. തേർഡ് റൗണ്ട് നമ്മൾ സെക്കൻഡ് റൗണ്ടിനെ കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ മിനിമം ചെയ്യുന്നത് 6 ബുള്ളിയൻ നോട്ട്സ് ആണ്. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ വലിയ റോസസ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുള്ളിയൻ നോട്ട്സ് ഇനിയും ആഡ് ചെയ്യാവുന്നതാണ്. അത് 9 ആക്കാം, 12 ആക്കാം. അത് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുകയാണെങ്കിലും നിങ്ങൾക്കത് ഫില്ല് ചെയ്തും നിങ്ങൾക്ക് ലാസ്റ്റ് റൗണ്ടിൽ കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്തിട്ട് ആ ഒരു റോസിൻ്റെ ഷേപ്പ് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന 2 ബുള്ളിയൻ നോട്ട്സ് സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ വരച്ച് കാണിച്ചതുപോലെ. അപ്പോൾ നമ്മൾ ആദ്യം നീഡിൽ ഇങ്ങനെ പുറത്തെടുത്തു. അപ്പം ഇനി നമ്മൾ ബുള്ളിയൻ നോട്ടിൻ്റെ സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പോയിന്റ് എവിടെയാണോ എടുക്കുന്നത് അത്രയും വലിയ ബുള്ളിയൻ നോട്ടാണ് നമുക്കിനി കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 0.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡിസ്റ്റൻസിനാണ് ഇപ്പം കുത്തിയെടുത്തേക്കുന്നത്. അത് നമ്മൾ നേരത്തെ ത്രെഡ് എടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ നീഡിൽ തിരിച്ചെടുത്തേക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ലൂപ്പ് ഉണ്ടാക്കണം. ലൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ നീഡിൽ ഇങ്ങനെ ഒന്ന് പൊക്കി പിടിക്കുക. അതിനുശേഷം ഈ ത്രെഡ്, ഈ ബാലൻസ് വന്ന ഈ ത്രെഡ് അല്ല, ഈ ത്രെഡ് നമ്മൾ ഒരു 6 വട്ടം വേണം ചുറ്റി കൊടുക്കാൻ. 1, 2, 3, 4, 5, 6. അപ്പം 6 ചുറ്റാണ് ചുറ്റിയേക്കുന്നത്. അപ്പോൾ നമ്മൾ 6 ചുറ്റാണ് ചുറ്റിയേക്കുന്നത്. ഇപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബുള്ളിയൻ നോട്ടായി. ഇനി നമ്മൾ ഇത് കാണാത്ത രീതിയിൽ നമ്മൾ എടുത്തേക്കുന്ന ബുള്ളിയൻ നോട്ടിൻ്റെ താഴേക്കൂടെ നമ്മൾ ഈ നീഡിലങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബുള്ളിയൻ നോട്ട് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ബുള്ളിയൻ നോട്ട് ചെയ്യാം. പാരലലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, തൊട്ടടുത്തായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഈ നമ്മൾ ചെയ്തേക്കുന്ന ബുള്ളിയൻ നോട്ടിൻ്റെ അതേ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നമുക്കിത് കുത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് തിരിച്ച് നീഡിലിങ്ങനെ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നീഡിൽ നമ്മൾ പൊക്കിയിട്ട് നമ്മൾ ചുറ്റി കൊടുക്കണം. നമ്മൾ 6 ലൂപ്സ് ആണ് ചെയ്യേണ്ടത്. ഇനി ഇത് അകത്തോട്ടിട്ടിട്ട് നീഡിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ 2 ലൂപ്പും കവർ ചെയ്തിട്ട് ഒരു നോട്ടാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പോർഷനിലാണ് എടുക്കുന്നത്. താഴേന്ന് നമ്മൾ മേളിലോട്ട് എടുത്തു. എന്നിട്ട് ഈ 2 ലൂപ്പ് കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ നീഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നീഡിൽ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത ആ പോയിന്റിൽ നിന്ന് തന്നെ വേണം ഇത് എടുക്കാൻ. അല്ലെങ്കിൽ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് നമ്മൾ 10 ലൂപ്പാണ് ചെയ്യുന്നത്. അപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ നമ്മളുടെ 10 ലൂപ്പായിട്ടുണ്ട്. ജസ്റ്റ് വെറുതെ ഒന്ന് ചുറ്റിക്കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ നീഡിൽ പുറത്തേക്ക് വലിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ ആകുമ്പോഴത്തേക്ക് കുറച്ച് പാടാണ് നമുക്ക് നൂലെടുക്കാൻ. അപ്പം ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് അതങ്ങ് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് നീഡിലിങ്ങനെ വലിച്ചെടുക്കുക. ഇതിങ്ങനെ മേലെ വരുമ്പോഴാണ് ഒരു ഭംഗി വരുന്നത്. ഇനി നമുക്ക് ഇത് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് താഴേക്ക് നീഡിൽ വലിച്ചെടുക്കാം. ഇനി നമ്മൾ അടുത്ത ബുള്ളിയൻ നോട്ട് ഈ ബുള്ളിയൻ നോട്ടിൻ്റെ സെൻറ്ററിൽ നിന്നാണ് എടുക്കുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മൾ 10 വട്ടം ചുറ്റി കൊടുക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
അപ്പം ഈ ബുള്ളിയൻ നോട്ടിനകത്ത് എല്ലാം ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ടിരിക്കുമ്പോഴാണ് ആ ഒരു ഭംഗി വരുന്നത്. ഇത് നമുക്ക് താഴേക്കിട്ട് കൊടുക്കാം. ഇനി അടുത്ത നോട്ട് ചെയ്യുന്ന ഈ ഒരു ബുള്ളിയൻ നോട്ടിൻ്റെ സെൻറ്ററിൽ നിന്നായിരിക്കണം. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഒരു ഹാഫായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 10 വട്ടം ലൂപ്പ് ചെയ്യണം. നമ്മൾ തേർഡ് റൗണ്ട് ചെയ്യുന്നത് നമ്മൾ 6 ബുള്ളിയൻ നോട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോ ബുള്ളിയൻ നോട്ടിൻ്റെ അകത്തും നമ്മൾ 12 ലൂപ്സ് വെച്ചാണ് ചെയ്യുന്നത്. 2 ലൂപ്പിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 12 ലൂപ്പാണ് ഇടുന്നത്. ഇനി അടുത്ത ലൂപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഈ നോട്ടിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്നിട്ട് ഈ നോട്ടിൻ്റെ ഹാഫിലൂടെയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ 12 ലൂപ്പ് ചെയ്യണം. 2 3 4 5 6 7 8 9 10 11 12. ഇനി നമ്മുടെ ഈ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ നീഡിലിടുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത നോട്ടിൻ്റെ ഹാഫിൽ നിന്നാണ് എടുക്കുന്നത്. ഇനി നമ്മൾ 12 ലൂപ്പാണ് ചുറ്റി കൊടുക്കുന്നത്. നമ്മളിന്ന് ലാസ്റ്റാണ് ചെയ്യുന്നത്. നമ്മൾ താഴോട്ടിട്ട് ഇത് ലോക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ ബുള്ളിയൻ റോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എംപ്റ്റി സ്പേസിലൊക്കെ ലീവ്സും ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്കത് റോസ് ചെറുതാണ് വേണ്ടതെങ്കിൽ ലാസ്റ്റ് റൗണ്ട്, അതായത് തേർഡ് റൗണ്ട് നിങ്ങൾ 6 ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ റോസാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് റൗണ്ട്, അതായത് തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വലുതാക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓവർലാപ്പായിട്ട് ചെയ്യാൻ നോക്കുക. ഓവർലാപ്പിംഗ് ആയിട്ട് ചെയ്യുമ്പം നല്ല ഒരു ഭംഗിയാണ്, നല്ല റോസിനെ പോലെ തന്നെ ഇരിക്കും. ഫ്ലാറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടെക്നീക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.